വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ്. ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുക്കാം. ഒരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് നന്നായി അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായി അരിച്ചെടുക്കണം. 3 പ്രാവശ്യം നമുക്കിങ്ങനെ അരിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 കോഴിമുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഒരു ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി പതഞ്ഞു വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഇട്ട ശേഷം നല്ല ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അരിച്ചു വെച്ച മൈദ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. മൈദ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കുറച്ച് നെയ്യും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നെയ്യും പാലും ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് കിട്ടും കേട്ടോ കേക്കിന്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയാക്കുന്നത് ഒരു ഡവറയിലേക്കാണ്. അപ്പോൾ ഒരു ഡവറ എടുത്ത് അതിൻ്റെ ചുറ്റിലും എണ്ണ തടവി കൊടുക്കണം. ഡവറയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. സ്പഞ്ച് റെഡിയായ ശേഷം ഞാനിതിലേക്കുള്ള ക്രീം തയ്യാറാക്കി. അപ്പോൾ കേക്കിൽ ക്രീം തേക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.